കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. അയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, അത് കാരണം എനിക്ക് പേര് കിട്ടിയില്ല. പുള്ളി വൈഫിനോട് പറഞ്ഞു, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലടി എന്ന് പറഞ്ഞു. ഭർത്താവ് ഭാര്യയോട് പറയണേ, നമ്മുടെ ഉടമ്പടിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു. നീ നിൻ്റെ ആങ്ങളയുമായിട്ട് മിണ്ടിയിട്ട് എത്രയോ വർഷം, 12 വർഷമായില്ലേ. അപ്പം ഞാനീ ജോലി കിട്ടാതെ ഗതി കിട്ടാൻ പ്രേതം പോലെ നടക്കേ ഉള്ളൂ. എന്താ കാര്യം, നീയാണ് ആദ്യം ഉടമ്പടി എടുത്തത്, നിന്നെ കണ്ടാണ് ഞാൻ ഉടമ്പടി വന്നത്. ഭാര്യ ഉടമ്പടി എടുത്തിട്ടാണ്, അത് അവളുടെ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഭർത്താവ് ഇവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയാൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത്. പക്ഷേ എന്നിട്ടും സംഭവം വിജയിച്ചില്ല. അയാൾ പക്ഷേ ഈ വൈഫിനേക്കാൾ കുറച്ച്, വൈഫിങ്ങനെ ക്യാഷ് വേറെ എടുത്തതാണ്. അതെല്ലാവരും കേട്ടിട്ട് ഉടമ്പടി എടുത്ത് കുറേ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ദൈവത്തിനെ പറ്റിക്കാൻ വന്നതാണ്. കുറേ ആൾക്കാർക്ക് കുറേ സാക്ഷിയൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എഴുതി കെട്ടിത്താത്താന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ട് അവർ ഒറ്റക്ക് നടക്കുകയാണ്. പക്ഷേ അവർ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഹസ്ബൻഡിന് തോന്നി, ശരി എന്നാൽ ഞാൻ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കാന്ന് വിചാരിച്ചു. തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം എന്ന് പറയും. അതുതന്നെയാണ് ഈ വൈഫും വായിച്ചതേ. ആ പ്രതിയാണ് സംസാരിക്കാതിരിക്കണത്. ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇയാൾ വീട്ടിൽ വന്നിട്ടും പറഞ്ഞ് 2-3 മാസമായിട്ട് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ ഉടനെ ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ് ഇവളോട് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു ഞാൻ സംസാരിക്കത്തില്ലെന്ന്. അപ്പോഴല്ലേ സംഭവം, എല്ലാത്തിൻ്റെയും കൈയിരിപ്പുണ്ടേ. നിങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ മുനിഞ്ഞ് കത്തണതിൻ്റെ കാരണം നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾ ഉടമ്പടി പുതുക്കി 11ഉം 12ഒക്കെ പുതുക്കും, പക്ഷെ കൈയിരിപ്പ് മോശമാണെങ്കിൽ എന്തു ചെയ്യും? ഇവളീ ആങ്ങളയോട് സംസാരിച്ചിട്ട് 12 കൊല്ലമായി. 12 കൊല്ലമായിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ കേൾക്കണവർ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, ആങ്ങളയിക്കില്ലല്ല, എനിക്ക് ആങ്ങളയില്ലല്ലോ, പിന്നെ ആ പ്രശ്നം നമ്മുടെ അല്ലെന്ന്. ആങ്ങളെ തന്നെയാണെന്ന് പറയുന്നില്ല. ആരോടെങ്കിലും നിങ്ങൾ വെറുപ്പോടുകൂടി മിണ്ടാതെ സ്നേഹമില്ലായിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സ്നേഹരാഹിത്യമുള്ള കാരണം അതിലൂടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ വൈഫിനത് മനസ്സിലായില്ല, ഹസ്ബൻഡിന് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലാകത്തില്ല സഹോദരങ്ങളെ. നിങ്ങൾ ബേസിക്കായിട്ട് ദൈവത്തിനെ അന്വേഷിച്ചാൽ മാത്രമേ, ഉടമ്പടിയിലൂടെ ജോലിയും വീടും വിവാഹം കുഞ്ഞുങ്ങളെയും മാത്രം അന്വേഷിച്ചാൽ മനസ്സിലാകത്തില്ല. ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാകും. ഉടമ്പടിയിലൂടെ അന്വേഷിക്കണം എന്താണ്? ഒരു ഉന്നതമായ ആധ്യാത്മിക ജീവിതം അന്വേഷിക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കേൾവില്ലാത്ത നിങ്ങൾ വെക്കാത്ത ആപ്ലിക്കേഷൻ പോലും നിങ്ങളെ തിരിച്ചു വിളിച്ച് ജോലി തരും. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ആദ്യം അന്വേഷിച്ചുകൊണ്ടാണ്. ഇതൊരു 100 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കണമെന്ന്. കേട്ടത് കൊണ്ട് കാര്യമില്ല, അത് അഭിഷേകമായിട്ട് ആന്തരിക ബോധ്യമാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ കേൾക്കുന്ന വചനങ്ങളെ കേൾവിയുടെ സ്വരത്തിനപ്പുറം എൻ്റെ മനസ്സിലെ ആന്തരിക ബോധ്യമാകുവാൻ ആവശ്യമായ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇയാളെ മനസ്സിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇയാളെ തോന്നിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഫ്ലോ തടസ്സം, ഗ്രേസ് കൃപ തടസ്സം ഉള്ളാൻ കാരണം വൈഫിൻ്റെ സ്നേഹരാഹിത്യമാണ്. വൈഫിനോട് അയാളെ വിളിക്കാൻ പറയാൻ പറഞ്ഞു. എന്നാൽ വൈഫിനോട് പറയണ്ടേ? വൈഫിനോട് പറഞ്ഞില്ല. കാര്യം ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറ്റിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണം, ഒരു ഓപ്പൺനെസ് വേണം. നമ്മൾ ദൈവം പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതാണ് വിഷയം. ദൈവം പറഞ്ഞപ്പോൾ വൈഫ് കേൾക്കത്തില്ല, അതൊക്കെ തോന്നിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിക്കളയും. പക്ഷെ അയാളെ കേട്ടു. പറഞ്ഞു നീ നമ്മെ രക്ഷപ്പെടണമെന്നാണ്, നീ അയാളെ വിളിക്കണം. അയാളെ വിളിച്ച് അയാൾ ആക്ഷേപിക്കേ ഉള്ളൂ. നിങ്ങൾക്ക്
വിളിക്കണേ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ബോധമൊക്കെ വെച്ചപ്പോൾ വിളിച്ചു. പക്ഷേ ആങ്ങളെ എടുത്തില്ല, വൈഫാണ് എടുത്തത്. ആങ്ങളുടെ വൈഫ് എടുത്ത് ഫോൺ എടുത്ത് പറഞ്ഞ്, അപ്പോൾ ഇവൾ പറഞ്ഞ് ആങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത കാരണം ആങ്ങളുടെ വൈഫ് പറഞ്ഞു അയാൾ ബിസിയാണെന്ന് പറഞ്ഞു. കൊടുത്തില്ല. പക്ഷെ ഇത് അത് ഉടനെ ഈ വൈഫ് ഇയാളോട് പറഞ്ഞു അവർ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വൈഫിനോട് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റ്മെൻറ്റ് ഓവറായി, ഇനിയിപ്പോൾ അയാൾ എടുത്താലും കൊള്ളാം എടുത്തില്ലെങ്കിലും കൊള്ളാം, ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. അവർ ഇല്ലാത്ത എടുക്കാത്ത കാര്യം അവരുടെ കാര്യമാണ്. അതാണ് നിലപാട്, അതാണ് ഉപദേശം, അതാണ് കാറ്റക്കിസം എന്ന് പറയണത്. ആ വിഷയത്തിൽ എന്തൊരു പ്രബുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് നോക്കിയേ. അപ്പം അത് സെക്കൻഡ് പറഞ്ഞ് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് ജോലിയായി. 8 മാസം പെൻഡിങ്ങിൽ കിടന്ന സാധനമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കണത് എന്തിനാണെന്ന് അറിയാവോ? ഇതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് പരിഹരിക്കാനാവാവുന്ന പ്രശ്നങ്ങളുടെ എവിടെയാണ് അതിൻ്റെ കുഴപ്പങ്ങളെന്ന് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ഓരോ കേസ് സ്റ്റഡി പറയണത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ സങ്കടപ്പെടുത്താനല്ല. ഇതൊന്ന് വെച്ച് നോക്കൂ. ഇപ്പോൾ കന്നഡ മാറ്റി വെക്കത്തില്ലേ ആൾക്കാർ? നമ്മൾ കന്നഡ കടയിൽ ചെല്ലുമ്പോൾ എന്നെ ഈ ജോമോളും മനോജും കൂടി പറ്റിച്ചിരിക്കുകയാണ്. എൻ്റെ കന്നഡ ഒരു കന്നഡയായിരുന്നു. സ്വർണ്ണമല്ല മറ്റേ. ഇപ്പം മൂക്ക് കറക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു മൂക്ക് കറക്കണമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് പോയി കണ്ടുപിടിച്ചതാണ് ഈ കറുത്ത കന്നഡ. ഇപ്പം ഞങ്ങൾക്ക് ഞാൻ മുമ്പത്തേക്കാൾ വയസ്സനായല്ല എന്ന് ഓർത്ത്. ഇവർ പറഞ്ഞു മുമ്പത്തേക്കാൾ ചെറുപ്പമായത്. എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കന്നഡക്കട ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിന് അവർ ഓരോരോ ലെൻസ് തരും. അപ്പം നമുക്ക് എല്ലാ ലെൻസും നമ്മൾ എടുക്കത്തില്ല, നമുക്ക് പറ്റണ ലെൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോ ലെൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയം ഇതാണെങ്കിൽ മക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങളെ ആക്ഷേപിക്കാനോ കളിയാക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ മക്കൾ ഇത് പോയി സെറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ കേസ് സ്റ്റഡിയാണ്, നമ്മുടെ ഓരോ സാക്ഷ്യവും കേസ് സ്റ്റഡിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ്? അതായത് വചനമെന്ന് പറയണത് ഒരു വല്ലാത്ത ഒരു സംഭവമല്ലേ. വചനത്തോട് വലിയ ഒരു പ്രണയബന്ധം ഉണ്ടാകണം വചനത്തോട്. അപ്പം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കൂടെയുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊക്കെ ഉപദേശിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ചില സമയത്തെങ്കിലും നെടുമ്പാശ്ശേരി നമ്മൾ കാര്യം പറയുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ഒത്തിരി പേര് വന്ന് കൊണ്ടുവന്നാക്കാനും വരുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാനും ഒത്തിരി പേര്. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് ആരും കൊണ്ടുവന്നാക്കാൻ ഉണ്ടാകാത്തൊരു സമയമുണ്ട്. ആരും കൊണ്ടുപോകാനും ഒരു സമയമില്ല. ഒറ്റക്ക് വരണം, ഒറ്റക്ക് പോകണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇന്ന് അത് ആയിക്കൂടാ? എന്തെങ്കിലും നമ്മളിത് ഫേസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വീട്ടിൽ പോയി ആൾക്കാരെ തല്ലിക്കൊള്ളണമെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ദൈവം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഓക്കെ അല്ലേ? അത് കറക്റ്റാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ നന്മ മഹത്വത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ് തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അവിൻ ജോസ്, എൻ്റെ സഹോദരി മേരി തോമസ്, എൻ്റെ ഫാദർ തോമസ് സിറിയക്. ഞാൻ 2024 സെപ്റ്റംബർ 30 ആണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന വിവാഹ തടസ്സമാണ്. എനിക്ക് 27 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി മാട്രിമോണിയിൽ കയറുന്നു. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഒരുപാട് വിവാഹാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. ഞാൻ ഒരു അറിയപ്പെടുന്ന ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, അത്യാവശ്യം പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മാതാവിൽ
അത്ര അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാതാവിനോട് ജസ്റ്റ് പ്രാർത്ഥിക്കും, പക്ഷേ കൂടുതൽ ഞാൻ ഈശോയോടാണ് എൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നത്. അപ്പം ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. HR ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു അക്രൈസ്തവയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുവാണ്. അവർ ഞങ്ങളുടെ കമ്പനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഒരു ദിവസം എനിക്കിങ്ങനെ എന്തോ മനസ്സിലൊരു തോന്നലുണ്ടായി, അവരെ പോയി കാണ്, ഇങ്ങനെ ആരോ ഉള്ളിൽ നിന്നിങ്ങനെ പ്രേരിപ്പിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പം എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുമോ, ഞാൻ കുറേ വർഷമായി വിവാഹാലോചനകൾ നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇങ്ങനെ കൈവരിച്ച് നിന്ന് അവരെൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതൊരു ഹിന്ദു ആയ ഒരു സ്ത്രീയാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വിശ്വാസം വെറും 0 ആണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. കാരണം അത്രയും ഭക്തിയായിട്ട് ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവർ കണ്ടുമുട്ടി. അപ്പോൾ അവരെന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്തുകൊണ്ട് റോസിന് കൃപാസനത്തിൽ പോയിട്ട് ഒരു ഉടമ്പടി എടുത്തുകൂടാ? അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ബാംഗ്ലൂരല്ലേ, ഞാൻ പോയി ഉടമ്പടി എടുത്താൽ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ ചിന്തകൾ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ എൻ്റെ അച്ചാച്ചനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിലേക്ക് വിടുക. അപ്പം അച്ചാനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ആൾക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, എന്താ ദൈവമേ, എനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും എന്തുകൊണ്ട് എനിക്കൊരു ആളെ ദൈവമേ നീ തരുന്നില്ല? കാരണം ആലോചനകൾ വരുന്നു, കുറേ ആൾക്കാരോട് സംസാരിക്കുന്നു, മാസങ്ങളോളം സംസാരിക്കുന്നു, പക്ഷേ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ പല രാത്രികളിലും ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ മാതാവിനോട് ചോദിക്കും, എന്താ മാതാവേ, എനിക്ക് മാത്രം നീ ഒരാളെ കണ്ടുപിടിച്ച് തരാത്ത എന്താ? ഇങ്ങനെ അതെനിക്ക് വല്ലാത്തൊരു ദുഃഖമാണ്. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കിപ്പോൾ വയസ്സ് 32. അപ്പോൾ 5 കൊല്ലം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുന്നു, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം പലരും കല്യാണമൊന്നും ആവുന്നില്ലേ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും എൻ്റെ നേരെ വരുമ്പോൾ എനിക്ക് അവരോടൊന്നും തിരിച്ചു പറയാൻ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ ദൈവത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാതാവിൽ വന്ന് ഉടമ്പടി എടുത്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കും ദൈവം തരും, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ ദൈവം എനിക്ക് തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഉടമ്പടി എടുത്ത് കറക്റ്റ് 1 വർഷം 2025 സെപ്റ്റംബർ 29 ഞാൻ ഇവിടെ വീണ്ടും വന്ന് ഉടമ്പടി 4ാമത് പുതുക്കി ഒക്ടോബർ 12 ഞാൻ അവനെ കണ്ടുമുട്ടുവാണ്. ഞാൻ അവനെ കണ്ടുമുട്ടുമ്പോൾ പോലും ഇത് എനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഓരോ ആലോചനകൾ വരുമ്പോഴും ഞാൻ ഈശോയോട് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഇത് നീ എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവമേ അത് നീ എനിക്ക് നടത്തി തരണേ, അല്ലെങ്കിൽ ദൈവമേ ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ, ലാസ്റ്റ് മിനിറ്റ് ആണേലും അത് എനിക്കുള്ളത് അല്ലെങ്കിൽ നീ മാറ്റിക്കളയണമേ എന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ ഈ വ്യക്തിനെ ഒരുപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പം എനിക്ക് ആളൊരു ഗിഫ്റ്റ് തന്നു. അതൊരു വചനപ്പെട്ടിയായിരുന്നു. അപ്പോൾ ആ വചനപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ വചനം ഏശയ്യ 51:3, സിയോനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു, നിന്റെ ദുഃഖങ്ങൾ അകറ്റുന്നു, നിനക്ക് സന്തോഷവും ആഹ്ലാദവും തരുന്നു. അത് കണ്ടതും ഞാനിരുന്ന് ഒരുപാട് കരയാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഞാൻ അനുഭവിച്ച എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ആ ഒരു വിഷമങ്ങളും എല്ലാം അകറ്റി ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ തന്നെ തന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ആ വചനം എനിക്ക് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത്. അതേപോലെ എനിക്ക് എപ്പോൾ ബൈബിൾ തുറന്നാലും കിട്ടുന്ന വചനമാണ്, ഞാൻ നിനക്ക് മുൻപേ പോയി ഒരു ദൂതനെ അയക്കും, ആ ദൂതൻ നിൻ്റെ കാര്യങ്ങൾ നിറവേറ്റുകൊള്ളും. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നേ ഉള്ളൂ. ജനുവരി 26/1, 2026 ഞങ്ങളുടെ വിവാഹം നടന്നത്. ഒരാഴ്ച കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. വിവാഹത്തിന് വേണ്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങൾ പോലും
ഞങ്ങൾക്കറിയില്ല ഈ വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടത്, അതിനുള്ള സാമ്പത്തികം, ഇതൊക്കെ ദൈവം പലരിലൂടെ ആയിട്ട് അതിനു വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പലരും മുന്നോട്ട് വന്ന് അവർ നേതൃത്വം നൽകി ഈ വിവാഹം നടത്തി തന്നു. അത് തന്നെ ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് മാതാവ് നടത്തി തന്നത് ഈശോ വഴിയായിട്ട്. അതുകൂടാതെ തന്നെ എന്നിലൂടെ പലരുടെയും ജീവിതത്തിൽ ദൈവം എന്നെ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, ഈശോ എന്നെ ഒരു ഉപകരണമാക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണേ. അപ്പം ഞാൻ കണ്ടുമുട്ടുന്ന ഒരുപാട് വ്യക്തികൾ, അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, വിവാഹം ശരിയാവാത്തവരും വിവാഹം ഒരുപാട് തടസ്സങ്ങൾ നേരിടുക. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഉപരിയായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങി. ഞാൻ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷനും പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ അവിടെ ശാന്തമായിട്ട് അതൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് കുറേ കൂടി ആഴപ്പെട്ടു, എളിമപ്പെട്ടു, മറ്റുള്ളവരെ ദൈവത്തെ പങ്കുവെച്ച് കൊടുത്തു. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ ഒരുപാട് മാറി, എൻ്റെ ജീവിതത്തിലുള്ളവർ മാറി, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കുറേ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ എന്താ പറയുക അത്ഭുതമായിട്ടാണ് എനിക്കിപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിനെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് തരണേ. അപ്പം അവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ആൾ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ എല്ലാ മറ്റു വ്യക്തികളോടൊക്കെ ആൾക്ക് ഭയങ്കര കരുതലും സ്നേഹവും. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിനെ തന്നെ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വൈകി വന്ന ഒരു അനുഗ്രഹമാണേ പോലും ഇന്ന് ഞാൻ കരഞ്ഞ ആ വഴികൾ, അല്ലെങ്കിൽ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല, അതെല്ലാം പോയി. എൻ്റെ ദുഃഖമെല്ലാം മാതാവ് അകറ്റി ഇന്ന് എനിക്ക് സന്തോഷം നൽകി. ആ സന്തോഷമാണ് ഇന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ, ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഹസ്ബൻഡ് അവിൻ ജോസ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർക്ക് നാളെ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇവിടെ കല്യാണമായിട്ട് വന്നതാണ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് മാതാവ് നൽകിയ ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇങ്ങനെ എൻ്റെ സഹോദരിയും എൻ്റെ ഫാദറും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. എൻ്റെ പേര് മേരി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 30, 2024 ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ചേച്ചിയുടെ വിവാഹ തടസ്സം തന്നെയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്കിന്നിവിടെ പറയാനുള്ള സാക്ഷ്യം, എനിക്ക് പൊട്ടാസ്യം ഭയങ്കര കുറവായിരുന്നു. സ്കൂൾ കാലം തൊട്ടേ എനിക്ക് പൊട്ടാസ്യം ലെവൽ നോർമൽ വേണ്ടതിനേക്കാളും കുറവായിരുന്നു. 1.9 ഒക്കെ ആയിരുന്നു. നമുക്ക് വേണ്ടത് ഒരു മിനിമം 3.5 എങ്കിലും വേണം. അപ്പം പൊട്ടാസ്യം കുറവെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര മസിൽ പെയിനും കൈ തരിപ്പും കൈ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ വരും ഇടയ്ക്ക്. അപ്പം നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ പെയിൻ എല്ലാം വരും. അപ്പോൾ പൊട്ടാസ്യം ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഹോസ്പിറ്റലൈസൊക്കെ ആയിട്ടുണ്ട് പൊട്ടാസ്യം കുറവായതിൻ്റെ പേരിൽ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നായിരുന്നു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു 10 വർഷം മുമ്പാണ് എനിക്കിത് ഇങ്ങനെ വന്നത്. പിന്നെ ഞാനതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാതെ മരുന്നൊക്കെ ഇടയ്ക്ക് മിസ് ചെയ്യും, അങ്ങനെ കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പുതുക്കൽ കഴിഞ്ഞ് വെറുതെ റാൻഡമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തപ്പം 3.6 വന്നു. എനിക്ക് 3.5 ആണ് നമുക്ക് മിനിമം വേണ്ടത്. എനിക്ക് ഒരിക്കലും ആ ലെവലിൽ വന്നിട്ടില്ല. എപ്പോഴും 1 അല്ലെങ്കിൽ 2 ആ ഒരു റേഞ്ച് ആയിരുന്നു. ഒരിക്കലും നോർമൽ റേഞ്ചിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ 3.6 കിട്ടി. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അപ്പം മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ്. റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ഒരിക്കലും അങ്ങനെ നോർമൽ റേഞ്ചിൽ വന്നിട്ടുമില്ല. ഇത്ര പെട്ടെന്ന് അങ്ങനെ എനിക്ക് നോർമലിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ ഈ വേദിയിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. ഈ ഉടമ്പടിയിൽ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്ന കൃപയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ്. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് എൻ്റെ കയ്യിൽ എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ടെങ്കിൽ പോലും പൈസയായിട്ട് ഒന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് വേണ്ട ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ പൈസ എനിക്ക് കിട്ടുകയും വളരെ ഭംഗിയായിട്ട് കല്യാണം നടത്തുവാൻ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്ത് നന്ദി പറയുന്നു.
കൂടാതെ എൻ്റെ ഒരു കടമുറി, ഞാൻ 45 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. മുറി പിന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കേസ് നടത്തി, ഒരു 4 വർഷം കേസ് നടത്തി. സാധാരണഗതിയിൽ ഒരു 99% കേസിനകത്തും കെട്ടിട ഉടമയ്ക്ക് അനുകൂലമാണ് വിധി വരാറുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിട്ട് കോടതി വിധി വരികയും അങ്ങനെ മാതാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി. ഇതിനെല്ലാം മാതാവിനോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം അവിടെ പോയി ക്യാൻസർ വാർഡിൽ പോയിട്ട് അവിടുത്തെ ഹെഡ് നഴ്സിനെ കണ്ടിട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മരുന്ന് പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം കണ്ട് അവർക്ക് പത്രം കൊടുത്ത് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്ത് അതും എല്ലാ മാസവും ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വരുന്നു. ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത്. ആത്മീയ ജീവിതം ഡെയിലി ഞങ്ങൾ ബൈബിൾ വായിക്കും. നല്ല നല്ല ബൈബിൾ കോഡ്സൊക്കെ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും. പിന്നെ എൻ്റെ യൂട്യൂബ് തുറന്നാൽ തന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൃപാസനവും അങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങളും അച്ഛമ്മയുടെ വീഡിയോസും സോങ്സും കാര്യങ്ങളുമാണ്. ഞാൻ മറ്റ് കാര്യങ്ങളൊന്നും നോക്കാറില്ല. നല്ല നല്ല മെസ്സേജുകൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇപ്പം ഭയങ്കര ബെറ്ററായിട്ടുണ്ട്. പണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് പ്രാർത്ഥിച്ച ആ ഒരു വ്യക്തിയല്ല ഞാൻ. ഇപ്പം ഒരുപാട് ഞാൻ മാറി. അത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നത്. അപ്പം ഇവിടെ ഞാൻ പണ്ട് വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരാറ്. മാതാവേ, ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് നീ ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണേ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞിട്ടില്ല. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ സന്തോഷത്തോടെ മാതാവ് തന്ന ആ ഒരു വലിയ ഗിഫ്റ്റിന് നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, റോസേ, ഇനി നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിനക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മാതാവ് തന്നത് നിൻ്റെ ജീവിതത്തിൽ. നീ നന്ദിയുള്ളവളായിരിക്കണം. അപ്പം എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ മരണം വരെ എനിക്ക് എന്നും ഓർത്ത് വെക്കാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ എൻ്റെ ഈ വിവാഹത്തെയും എനിക്ക് തന്ന ജീവിത പങ്കാളിയെയും കാണും. ഇനിയും ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും കടന്നു പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സോ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് സിമി ബിജു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാള സ്റ്റെനിസ്ലാവോസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കുടുംബമായി സ്പെയിനിലാണ്. എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അതിൽ 3 പ്രധാനപ്പെട്ടത് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. 2-3 വർഷങ്ങളായിട്ട് ഓരോ പ്രാവശ്യം വെക്കേഷന് വരുമ്പോഴും ഒരു പ്രോസസ്സിങ് നടത്തി തിരിച്ചു പോകും. പക്ഷേ യാതൊരു കാരണവശാലും ശരിയാകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ 2025 ജനുവരി 22 ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ മൂവിങ് ചെയ്യാതിരുന്ന എല്ലാ പേപ്പേഴ്സും മൂവിങ് ആയി തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു വക്കീലിനെ ഏൽപ്പിച്ചു. ഇതിൻ്റെ അവസാനത്തെ റിസൾട്ട് പറയേണ്ടത് RDO ആണ്. അപ്പോൾ RDO അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കോർട്ട് വഴി മൂവ് ചെയ്യേണ്ടി വരുമെന്ന് വക്കീൽ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് വക്കീലിനെ ഞങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷേ വക്കീലിനെ ഏൽപ്പിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ 3-4 വർഷമായിട്ട് നടക്കാതിരുന്ന കാര്യം 5-6 മാസത്തിനുള്ളിൽ ഒക്ടോബർ മാസം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയുടെ മോനെയും കൊണ്ട് RDOൻ്റെ അടുത്തേക്ക് പോകണം, എനിക്ക് ഈ ഫയൽ ശരിയാക്കി തരണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. 7-ാം തീയതി മാതാവേ, അങ്ങ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണല്ലോ, ആ 7-ാം തീയതി തന്നെ എനിക്കൊരു റിസൾട്ട് അമ്മ നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വക്കീൽ കൃത്യം 7-ാം തീയതി കാലത്ത് എന്നെ വിളിച്ച്, സിമി, RDO ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ട്, നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയായിട്ടുണ്ട് എന്നറിയിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഇതെൻ്റെ അനുജത്തിയാണ്. അവൾ പേര് സെറീൻ ബാബു. അവൾ കുടുംബമായിട്ട് കൊടൈക്കനാലിലാണ്
15 വർഷത്തിലേറെയായി അവൾക്ക് ഒരു ഭവനമോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം ഇത് വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 15 വർഷമായിട്ട് നടക്കാതിരുന്ന കാര്യം 5-8 മാസം കൊണ്ട് മാതാവ് അത് നടത്തി തന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. സ്ഥലം മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇടവകയിലാണ് ഞങ്ങളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. മാള ഇടവകയിൽ തന്നെ സ്ഥലം മേടിക്കാനും അവിടെ വീട് പണിയാനും ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മാതാവും തിരുക്കുമാരനും അത് നടത്തിത്തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാതാവ് നടത്തിത്തരും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സ്പെയിനിലെ ടൊളേദോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങൾ മലയാളികൾ 10-200 മലയാളികൾ അവിടെയുണ്ട്. 19 കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. അതുകൂടാതെ ടോട്ടലി 200 പേരുണ്ട്. ഞങ്ങൾക്ക് മലയാള കുർബാന നടത്താനായിട്ടൊരു ദേവാലയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കോൺവെൻറ്റ് ചാപ്പലിലാണ് വിശുദ്ധ ബലിക്കായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനായിട്ട് മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. കൊറോണ വന്നതോടുകൂടി ഞങ്ങൾക്ക് കോൺവെൻറ്റ് ചാപ്പലിൽ വിശുദ്ധ ബലി അർപ്പിക്കൽ തടസ്സപ്പെട്ടു. പിന്നീട് ഞങ്ങളൊരു ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ദേവാലയം ഞങ്ങൾക്ക് അവിടുത്തെ സ്പാനിഷ് ടൊളേദോയിലെ മെത്രാൻ ഞങ്ങൾക്ക് ഒരു ദേവാലയം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. സ്ഥിരമായിട്ട് ഒരു വൈദികനെയും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വൈദികൻ വരുന്നത്. ഇപ്പോൾ ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് ദിവ്യബലിയുണ്ട്. അതുപോലെ തന്നെ കാറ്റഗിസമുണ്ട്. ഞാൻ കാറ്റഗിസം ടീച്ചറാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്രം മേടിച്ച് കൊണ്ടുപോയി വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കുടുംബങ്ങൾക്ക് ധനസഹായം എല്ലാ മാസവും കൊടുക്കുന്നു. അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനവും ഷെയർ ചെയ്യുന്നുണ്ട്. സാക്ഷ്യങ്ങൾ കേട്ട് അതും ഷെയർ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.